ഓക്കെ, നമ്മൾ C++ലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്തിനാണ് നമ്മൾ C++ൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ചേഞ്ച് ഓർ ആൾട്ടർ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻസ്. സാധാരണ C++ലെ പ്രോഗ്രാം ഫ്ലോ എന്ന് പറയുന്നത് സീക്വൻഷ്യലാണ്. സീക്വൻഷ്യൽ മീൻസ് നമ്മൾ എഴുതിയ ഓർഡറിൽ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നത്. ഈ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ചേഞ്ച് ഓർ ആൾട്ടർ ദ നോർമൽ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻസ് ബേസ്ഡ് ഓൺ യൂഷ്വലി ദിസ് ഇസ് ഡൺ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻസ്. സാധാരണയായി ഏതെങ്കിലും കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ സെലക്ട് ചെയ്തോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ അതല്ലെങ്കിൽ റിപ്പീറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ് ടു ചേഞ്ച് ഓർ ആൾട്ടർ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻസ്. ഈ നോർമൽ ഫ്ലോ, അതായത് നമുക്ക് ചിലപ്പോൾ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരാം, ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ സ്കിപ്പ് ചെയ്യേണ്ടി വരാം, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നറിയപ്പെടുന്നത്. C++ലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം: ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ C++ലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സുകളെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം: ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നും അറിയപ്പെടും, ബിക്കോസ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് സെലക്റ്റീവ്ലി. ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ എ ഡിസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നു, ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നു. ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് C++ലെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയെന്ന് നോക്കാം. C++ലെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം. ഒന്ന് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്നും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്നും രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് ഫർദർ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ +1 പഠിച്ചതാണ്. സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, നെസ്റ്റഡ് ഇഫ് എൽസ് ഇഫ് ലാഡർ, ഇങ്ങനെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ നമ്മളെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസ് ചെയ്യുന്നു. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സുകളെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസ് ചെയ്യുന്നു: വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പ്. ഇതിൻ്റെയൊക്കെ സിൻടാക്സ് ഉൾപ്പെടെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ വീണ്ടും ഓരോ പ്രോഗ്രാം വഴി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ യൂസ് ടു എക്സിക്യൂട്ട് സെലക്റ്റീവ്ലി എക്സിക്യൂട്ട്. അപ്പോൾ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകളെ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. C++ലെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ സിമ്പിൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് ഇഫ് ലാഡർ ആൻഡ് നെസ്റ്റഡ് ഇഫ്, ഇങ്ങനെ ഫർദർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് C++ലെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാം എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് C++ലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റായ ഇഫ് എൽസ് ഉപയോഗിച്ച് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ടു ഫൈൻഡ് ദ ബെസ്റ്റ് C സ്കോർ ഫ്രം ദ 3 ഗിവൺ സ്കോർസ്. അപ്പം 3 സ്കോറുകൾ തന്നിരിക്കും, അതിൽ നിന്നും ബെസ്റ്റ് സ്കോർ ഏതെന്ന് കണ്ടുപിടിക്കുക, C സ്കോർ ഏതെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ +1 പഠിച്ച 3 നമ്പറിൽ ലാർജസ്റ്റ് നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമിൻ്റെ അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. 3 തന്നിട്ടുള്ള 3 C സ്കോറിൽ നിന്നും ബെസ്റ്റ് സ്കോർ, ദാറ്റ് മീൻസ് ഹയസ്റ്റ് വാല്യൂ ഏതെന്ന്, ഹയസ്റ്റ് സ്കോർ ഏതെന്ന് കണ്ടുപിടിക്കുക എന്നാണ് പ്രോഗ്രാം. നോക്കാം. നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്ന അതിൻ്റെ IOStream #include IOStream എന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. ദെൻ യൂസിങ് നെയിം സ്പേസ് std, ദെൻ ഇൻഡ് മെയിൻ കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ നമ്മൾ ആദ്യം എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഷോർട്ട് ഇൻഡ് 3 സ്കോർ നമുക്ക് സ്റ്റോർ ചെയ്യണം. ആ 3 സ്കോറിന് വേണ്ടി C1, C2, C3 എന്ന 3 വേരിയബിൾ ഉപയോഗിച്ചു. C ആണ് നമുക്ക് ഇൻപുട്ട് ചെയ്യുന്ന മാർക്ക് എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതിന് സ്യൂട്ടബിൾ ആയ വേരിയബിൾ C1 ഫോർ സ്റ്റോറിംഗ് സ്കോർ 1, കണ്ടിന്യൂസ് ഇവാലുവേഷൻ സ്കോർ 1. ദെൻ C2 ഫോർ സ്റ്റോറിംഗ് സെക്കൻഡ് സ്കോർ, ദെൻ തേർഡ് സ്കോർ.
ദെൻ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫൈനൽ സി എന്ന വേരിയബിൾ, ഫൈനൽ അണ്ടർസ്കോർ സി എന്നാണ് വേരിയബിളിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഫൈനൽ കഴിഞ്ഞ് ഹൈഫൺ ഇട്ടാൽ എററാണ്. അണ്ടർസ്കോർ എന്ന ഒരു ക്യാരക്ടർ മാത്രമേ വേരിയബിളിൽ അലോ ചെയ്യൂ. അത് നമ്മൾ നേരത്തെ റൂൾസിൽ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ സ്യൂട്ടബിൾ ആയ വേരിയബിൾ, പ്രോഗ്രാമിൽ എപ്പോഴും നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്യൂട്ടബിൾ ആയ വേരിയബിൾ ഉപയോഗിക്കുക. ഇവിടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സി സ്കോർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ C1, C2, C3 എന്നും ഫൈനൽ സി എന്നും വേരിയബിൾ ഉപയോഗിച്ചത്. ക്വസ്റ്റ്യനിൽ എന്ത് ടേമാണോ പറയുന്നത് അതനുസരിച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഷോർട്ട് ഇന്റ് ആണ്. നമ്മൾ സാധാരണ ഇന്റ് ആണ് നമ്മൾ കഴിഞ്ഞ വർഷം വരെ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഇന്റ് ഉപയോഗിച്ചാലും തെറ്റൊന്നുമല്ല, പക്ഷേ ഷോർട്ട് ഇന്റ് ഉപയോഗിക്കുന്നത് കൂടുതൽ സ്യൂട്ടബിൾ ആണ്. ബിക്കോസ് C1 ഈ സ്കോർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് വാല്യൂ ആണ്. മാർക്ക് നമുക്കറിയാം, ഒരു 2 ഡിജിറ്റോ അല്ലെങ്കിൽ 3 ഡിജിറ്റ് വാല്യൂ മാത്രമേ ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ളൂ സ്കോർ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റ് എന്ന 4 ബൈറ്റ് വേരിയബിളിന്റെ ആവശ്യം വരുന്നില്ല, 2 ബൈറ്റ് മതി. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് എന്ന ടൈപ്പ് മോഡിഫയർ ഇവിടെ ഉപയോഗിച്ചത്. ടൈപ്പ് മോഡിഫയറുകളെ പറ്റി നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഷോർട്ട് എന്ന ടൈപ്പ് മോഡിഫയർ ഉപയോഗിച്ച് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ റേഞ്ച് ഓഫ് വാല്യൂസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തു. കാരണം മാർക്ക് സ്കോർ ആയതുകൊണ്ട് തന്നെ ഈ സ്കോറിന് വളരെ കുറച്ച് റേഞ്ച് മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഷോർട്ട് എന്ന ഇന്റ് എന്ന കീവേഡിന്റെ കൂടെ ഷോർട്ട് ഇന്റ് എന്ന കീവേഡ് ഉപയോഗിച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ എന്താണോ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട മെസ്സേജ്, ആ മെസ്സേജ് ആണ് സി ഔട്ട് എന്റർ 3 C കോഡ്സ്, 3 C കോഡ്സ് എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് C1നകത്ത് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, C2നകത്ത് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, ആൻഡ് C3നകത്ത് നമ്മൾ കീബോർഡ് വഴി 3 വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, ഇൻപുട്ട് ചെയ്യുന്നു. ആ 3 വേരിയബിളിന്റെ വാല്യൂ C1ഉം C2 C3 എന്നും 3 വേരിയബിളിലായി കീബോർഡിൽ എക്സ്ട്രാക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. ഈ സീൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മളത് പഠിച്ചതാണ്. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഏതാണ് ഹയസ്റ്റ് വാല്യൂ, ഈ C1 ആണോ C2 ആണോ C3 ആണോ, ഇത് ഏതാണ് ഹയസ്റ്റ് വാല്യൂ എന്ന് നമ്മൾ ഇഫ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നു. ഇഫ് സ്റ്റേറ്റ്മെന്റ് സിന്റാക്സ് നമ്മൾ പ്ലസ് പഠിച്ചാണ്. ഇഫ് കഴിഞ്ഞ ശേഷം വിത്തിൻ പരാന്തീസിനകത്താണ് നമ്മൾ കണ്ടീഷൻ എഴുതുന്നത്. ആദ്യം ഫസ്റ്റ് 2 വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. C1 ഗ്രേറ്റർ ദാൻ C2. ഓക്കെ, അപ്പൊ C1 നമ്മൾ ഇൻപുട്ട് ഒന്നാമത്തെ സ്കോർ രണ്ടാമത്തെ സ്കോറിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ അതിനകത്ത് ഇഫിനും എൽസിനും ഇടയ്ക്ക് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് C1 എന്ന വേരിയബിളിന്റെ വാല്യൂ C2 എന്ന വേരിയബിളിന്റെ വാല്യൂവിനേക്കാൾ ഹയർ ആണെങ്കിൽ, ഗ്രേറ്റർ ആണെങ്കിൽ, ഫൈനൽ അണ്ടർസ്കോർ സി എന്ന വേരിയബിളിനകത്ത് C1ന്റെ വാല്യൂ അസൈൻ ചെയ്യും. അപ്പൊ ദിസ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി എക്സിക്യൂട്ടഡ് ഓൺലി ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ഫാൾസ് then the else part will be executed. That means final C is equal to C2. അപ്പോൾ ഈ C1ന്റെ വാല്യൂ C2 എന്ന വേരിയബിളിന്റെ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ, ഹയർ ആണെങ്കിൽ, ഫൈനൽ സി എന്ന വേരിയബിളിനകത്ത് C1 എന്ന വേരിയബിളിന്റെ വാല്യൂ അസൈൻ ചെയ്യും. അല്ലെങ്കിൽ, അതായത് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ, ഫാൾസ് ആണെന്റെ മീനിങ് C2 ആയിരിക്കും ഗ്രേറ്റർ എന്നർത്ഥം. ഫൈനൽ സി എന്ന വേരിയബിളിനകത്ത് C2 എന്ന വേരിയബിളിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ ഇഫ് എൽസ് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ടീവ് ബേസ്ഡ് ഓൺ ദിസ് കണ്ടീഷൻ. അപ്പൊ C1ഉം C2ഉം നമ്മൾ കമ്പയർ ചെയ്ത റിസൾട്ട് ഫൈനൽ സി എന്ന വേരിയബിളിനകത്തുണ്ട്. തീർന്നില്ല, നമുക്കിനി C3 എന്ന വാല്യൂ കൂടി ഉണ്ട്. ഈ C3 എന്ന വേരിയബിളിന്റെ വാല്യൂ നമ്മൾ അടുത്ത ചെക്ക് ചെയ്യാൻ പോകുന്നു. ഇഫ് C3 ഗ്രേറ്റർ ദാൻ ഫൈനൽ സി. അപ്പൊ നോക്കുക, നമ്മൾ ഫൈനൽ സി എന്ന വേരിയബിളിനകത്ത് C1ഓ C2ഓ വാല്യൂ സ്റ്റോർ ചെയ്യും ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ. ഇനി നമ്മൾ C3 അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. C3 ഗ്രേറ്റർ ദാൻ ഫൈനൽ സി. ഫൈനൽ സിക്കകത്തുള്ളത് C1ഓ C2 ആയിരിക്കും. അത് ഏതാണോ വലുതാ വാല്യൂ അത് C3യുമായിട്ട് കമ്പയർ ചെയ്യുന്നു. C3യുടെ വാല്യൂ ഫൈനൽ സിയുടെ വാല്യൂയേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഫൈനൽ സിക്കകത്ത് C3 സ്റ്റോർ ചെയ്യും. അതായത് C1ഓ C2 നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ റീപ്ലേസ് ചെയ്ത് C3യുടെ വാല്യൂ ഫൈനൽ സി എന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. ഇഫ് C3 ഗ്രേറ്റർ ദാൻ ഫൈനൽ സി, ദെൻ ഇവിടെ എൽസ് ബ്ലോക്ക് ഇല്ല. കാരണം ഇത് ട്രൂ ആണെങ്കിൽ ഫൈനൽ സിക്കകത്ത് C3 സ്റ്റോർ ചെയ്യും. ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ സ്റ്റോർ ചെയ്ത C1ഓ C2 ആയിരിക്കും. Then the output will be displayed on the screen. Final C score is final C എന്ന വേരിയബിളിനകത്ത് ഇത് വേരിയബിളിന്റെ വാല്യൂ. നമ്മൾ ഇത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന മെസ്സേജ് ഈ ഫൈനൽ സി എന്ന വേരിയബിളിന്റെ വാല്യൂ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യും. അതായത് ലാർജസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ബെസ്റ്റ് സ്കോർ ഏതെന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മൾ 3 C സ്കോറിൽ ലാർജസ്റ്റ് വാല്യൂ കാണാനുള്ള പ്രോഗ്രാംസ്.
അടുത്തായി നമുക്ക് C++ലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ ഇഫിൻ്റെ എൽസിഫ് ലാഡർ ഫോം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നോക്കാം. എൽസിഫ് ലാഡർ അല്ലെങ്കിൽ എൽസിഫ് സ്റ്റെയർകേസ് എന്ന് പറയും. ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ എൽസിഫ് ലാഡർ, ഇഫിൻ്റെ ഡിഫറൻറ്റ് ഫോമുകളാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇഫ് എൽസ് വെച്ച് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിച്ചു. ഇനി എൽസിഫ് ലാഡർ എപ്പോഴും ഉപയോഗിക്കും? മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ എൽസിഫ് ലാഡർ അല്ലെങ്കിൽ എൽസിഫ് സ്റ്റെയർകേസ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ടു ചെക്ക് വെദർ ദ ക്യാരക്ടർ ഈസ് അപ്പർ കേസ് ലെറ്റർ, ലോവർ കേസ് ലെറ്റർ, ഡിജിറ്റ് ഓർ അതർ ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ഒരു കീബോർഡ് വഴി ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്തിട്ട് ആ ക്യാരക്ടർ അപ്പർ കേസ് ആണോ, ലോവർ കേസ് ലെറ്റർ ആണോ, ഡിജിറ്റ് ആണോ ഓർ അതർ ക്യാരക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 4 കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ എൽസിഫ് ലാഡർ എന്ന ഇഫിൻ്റെ ഫോമായ എൽസിഫ് ലാഡർ എന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. നോക്കാം. അത് നമ്മൾ പ്രോഗ്രാമിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സ്ട്രക്ചർ ഇൻപുട്ട് എഴുതുന്നു. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std, ദെൻ എൻഡ് മെയിൻ, ദെൻ കർലി ബ്രേസ് ഓപ്പൺ ചെയ്യും. ദെൻ ഒരു ക്യാരക്ടർ മാത്രം നമുക്കിവിടെ ഡിക്ലെയർ ചെയ്താൽ മതി, ഒരു വേരിയബിൾ മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി. അത് ക്യാരക്ടർ ടൈപ്പ് വേരിയബിൾ ആയി *ch ഫോർ സ്റ്റോറിങ് എ ക്യാരക്ടർ. അപ്പോൾ ഇവിടെ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് CH എന്ന് പറയുന്ന വേരിയബിൾ ക്യാരക്ടർ ടൈപ്പാണ്, നമുക്ക് ഒരു ക്യാരക്ടറാണ് ഇൻപുട്ട് ചെയ്യാനുള്ളത് എന്നുകൊണ്ടാണ്. ദെൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. Cout എൻ്റർ എ ക്യാരക്ടർ, ദ മെസ്സേജ് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദി സ്ക്രീൻ, എൻ്റർ എ ക്യാരക്ടർ. ദെൻ ദ കൺട്രോൾ വിൽ വെയിറ്റ് ഫോർ ഗെറ്റിംഗ് എ ക്യാരക്ടർ ഫ്രം കീബോർഡ്. നമ്മൾ അടുത്ത ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ചെയ്യും. ഇൻപുട്ട് Cin, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ CH. അപ്പോൾ നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ, വേരിയബിളിൻ്റെ വാല്യൂ അതൊരു ക്യാരക്ടർ വാല്യൂ ആയിരിക്കണം. ആ വാല്യൂ CH എന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കീബോർഡ് വഴി ഒരു ക്യാരക്ടർ, അത് കീബോർഡിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. ആ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ CH എന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ഈ ഇൻപുട്ട് ചെയ്ത് CH എന്ന വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പർ കേസ് ആണോ, ലോവർ കേസ് ആണോ, ലെറ്റർ ആണോ, അല്ല ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് അപ്പർ കേസ് ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പർ കേസ് മീൻസ് ക്യാരക്ടർ ലെറ്റർ ആണ്. ഇഫ് ദെൻ വിത്തിൻ പാരാന്തീസിനകത്ത് നമ്മളെ കണ്ടീഷൻ CH മീൻസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത ക്യാരക്ടർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A. അപ്പോൾ ക്യാപിറ്റൽ A ആണ്. അപ്പോൾ ക്യാപിറ്റൽ A സിംഗിൾ കോട്ട്സിനകത്ത് കൊടുത്തിരിക്കുന്നു, ബിക്കോസ് ഇറ്റ് ഈസ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ്. അപ്പോൾ A എന്ന ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z. അപ്പോൾ ഈ എയുടെ CHന്റെ വാല്യൂ എയോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇസഡിന് ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആണോ നോക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നമ്പർ കമ്പയർ ചെയ്യുന്നത് പോലെ ഇവിടെ ക്യാരക്ടറിനെയും C++ൽ ക്യാരക്ടർ കോൺസ്റ്റന്റുകളായിട്ട് ചെക്ക് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ആക്ച്വലി ചെക്സ് ദ ആസ്കി വാല്യൂ. ഇവിടെ CH ഗ്രേറ്റർ ഈക്വൽ ടു 65 എന്നർത്ഥം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ക്യാപിറ്റൽ A എന്ന കോൺസ്റ്റന്റ് ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 65 ആണ്. ക്യാപിറ്റൽ B 66, അങ്ങനെ പോകും. അപ്പോൾ CH ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 65 എന്ന് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് CH ഗ്രേറ്റർ ഓർ ഈക്വൽ ടു A ആൻഡ് എന്ന ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z. അപ്പോൾ ഗ്രേറ്റർ ദാൻ A ആയിരിക്കുകയും വേണം, അത് ലെസ് ദാൻ Z ആയിരിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ A എന്ന് പറഞ്ഞാൽ അതിന് മുകളിലോട്ടുള്ള ആസ്കി വാല്യൂ ഏതുകൊണ്ട് വരാം. അത് ലെസ് ദാൻ ക്യാപിറ്റൽ Z വരെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ക്യാരക്ടറാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അങ്ങനെ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ Cout അപ്പർ കേസ് ലെറ്റർ, സ്ക്രീനിൽ അപ്പർ കേസ് ലെറ്റർ എന്ന് കൂട്ടി. അത് ഫാൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ Aക്കും ക്യാപിറ്റൽ Zനും ഇടയ്ക്ക് അല്ല എങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുന്നു. എൽസ് CH ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സ്മോൾ a ആൻഡ് CH ലെസ് ദാൻ ഈക്വൽ ടു സ്മോൾ z. അപ്പോൾ സ്മോൾ എക്കും സ്മോൾ ഇസഡിനും ഇടയ്ക്കാണെങ്കിൽ, അപ്പോൾ ക്യാപിറ്റൽ Aക്കും ക്യാപിറ്റൽ ഇസഡിനും ഇടയ്ക്ക് അല്ല എങ്കിൽ മാത്രം നെക്സ്റ്റ് കണ്ടീഷനോട്ട് പോകുന്നു. ക്യാപിറ്റൽ Aക്കും ക്യാപിറ്റൽ ഇസഡിനും ഇടയ്ക്കാന്ന് പോകും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ then the Cout, the message Cout lower case letter will be displayed on the screen. ഇനി ഈ കണ്ടീഷനും ഫാൾസ് ആണെങ്കിൽ മാത്രം നെക്സ്റ്റ് എൽസ് ചെക്ക് ചെയ്യും. അപ്പോൾ അപ്പർ കേസ് അല്ല, ലോവർ കേസും അല്ല എങ്കിൽ മാത്രമേ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിജിറ്റ് ആണോ. അപ്പോൾ ഡിജിറ്റ് ആണെങ്കിൽ നമുക്കറിയാം 0ക്കും 9നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എൽസ് CH ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 ആണ്. 0 എഴുതുമ്പോൾ സിംഗിൾ കോൺസ്റ്റന്റിനെ കൊടുക്കണം. ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ് ചെക്ക് ചെയ്യുന്നത്. CH ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അപ്പം 9 അതും സിംഗിൾ കോൺസ്റ്റന്റിനെ കൊടുക്കണം.
ക്യാരക്ടർ കോൺസ്റ്റന്റ് 0ക്കും ക്യാരക്ടറായിട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 0ക്കും 9നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്തെങ്കിൽ സി ഔട്ട് ഡിജിറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇത് മൂന്നും അല്ല എങ്കിൽ അപ്പർ കേസ് അല്ല, ലോവർ കേസ് അല്ല, ഡിജിറ്റും അല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അത് കീബോർഡിൽ വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും. അതായത് സെമി കോളനോ ഡോട്ടോ ഡബിൾ കോഴ്സോ ഇങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട്. അപ്പോൾ എൽസ് പാർട്ട് വിൽ എക്സിക്യൂട്ട് ഇഫ് ഓൾ ദീസ് കണ്ടീഷൻസ് ആർ ഫാൾസ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷനും ഫാൾസ് ആണെങ്കിൽ മാത്രമേ എൽസ് പാർട്ട് എക്സിക്യൂട്ടീവ്. ഹിയർ എൽസ് ദർ ഈസ് നോ കണ്ടീഷൻ. ഇവിടെ കണ്ടീഷൻ്റെ ആവശ്യമില്ല. ഇതൊന്നുമല്ല എങ്കിൽ സി ഔട്ട് അതർ ക്യാരക്ടർ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇതാണ് എൽസ് ഇഫ് ലാഡർ. അപ്പോൾ എൽസ് ഇഫ് ലാഡർ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണ്. ഇഫ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ ദ മെസ്സേജ് വിൽ ഡിസ്പ്ലേസ്. ഇറ്റ് വിൽ നോട്ട് എക്സിക്യൂട്ട് ആൾ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളൊന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇത് ട്രൂ അല്ല എങ്കിൽ മാത്രമേ നെക്സ്റ്റ് എൽസ് ഇഫ് പോകും. അത് ട്രൂ ആണെങ്കിൽ അതിന് പറഞ്ഞിരിക്കുന്ന അത് എൽസ് ഇഫ് ലാഡറിന് ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ബാക്കി സ്കിപ്പ് ചെയ്യുന്നു. ഇതും ട്രൂ അല്ല എങ്കിൽ മാത്രമേ നെക്സ്റ്റ് എൽസ് ഇഫ് ചെക്ക് ചെയ്യുള്ളൂ. അതായത് 0ക്കും 9നും ഇടയ്ക്കാണെങ്കിൽ. ഇതും ട്രൂ അല്ല എങ്കിൽ മാത്രമേ എൽസ് പാർട്ട് എക്സിക്യൂട്ട്. ദാറ്റ് മീൻസ് ദ എൽസ് പാർട്ട് വിൽ എക്സിക്യൂട്ട് ഓൺലി ഇഫ് ഓൾ ദ കണ്ടീഷൻസ് ആർ ഫാൾസ്. അപ്പോൾ ഇതാണ് C++ൽ ക്യാരക്ടർ ഇൻപുട്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം.